ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരനും സംവിധായകനുമായ ലോഹിതദാസ് സാർ സംവിധാനം ചെയ്ത് വിനു മോഹൻ ചേട്ടൻ, ബാമ ചേച്ചി, നെടുമുടി വേണു സാർ അങ്ങനെ തുടങ്ങി കുറേ പ്രതിഭകൾ അഭിനയിച്ച നിവേദ്യം എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചയാണ്. അതായത് ആ പടത്തിലെ പ്രധാനപ്പെട്ട അമ്പലം, ആ കുളം, അതൊക്കെ ചിത്രീകരിച്ച സ്ഥലം. അമ്പലം സെറ്റിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരി എന്ന സ്ഥലത്താണ് ആ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോയാലോ? ഓക്കെ. നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി നല്ല മനോഹരമായ സ്ഥലങ്ങളാണുള്ളത്. ഇപ്പോൾ മഴയും കൂടി പെയ്തപ്പോൾ ആ ഭംഗി കൂടി. അപ്പോൾ നമ്മളിത് ആ ലൊക്കേഷനിലേക്ക് എത്താറായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിവേദ്യം സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ആ അമ്പലം സെറ്റിട്ട സ്ഥലവും അതുപോലെ കുളവും ഒക്കെ ഇവിടെയാണ്. നല്ല ഭംഗിയുള്ള 2 ആൽത്തറകളുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാവശ്ശേരി പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിലേക്ക് പോകാം. ഈ സിനിമയിലെ വിനു മോഹൻ ചേട്ടൻ ഭരത് ഗോപി സാറിനെ കാണാൻ വരുന്നൊരു സീനുണ്ട്. അതായത് പാട്ട് പഠിക്കണമെന്നും പിന്നെ ചെറിയ ജോലി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്. പക്ഷേ നിരാശനായി മടങ്ങേണ്ട ഒരു സ്ഥിതി വരും. അങ്ങനെ മടങ്ങി പോകുമ്പോൾ ഭരത് ഗോപി സാറിന് അവരുടെ അമ്പലത്തിലെ പൂജാരിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. അപ്പോൾ തിരിച്ചു വിളിക്കാൻ വരുമ്പോൾ വിനു മോഹൻ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവുക. ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പണിക്കാരനായിട്ടുള്ള ക്യാരക്ടർ ഓട്ടോയിൽ വന്നിട്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നൊരു സീനുണ്ട്. അതെടുത്തിരിക്കുന്നത് ഇവിടെയാണ്. എന്ത് ചൂടല്ലേ? ഈ ഫ്രെയിമിൽ ആ പാടം കാണുന്ന സ്ഥലത്താണ് അമ്പലം ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതിന്റെ അമ്പലം. ഈ പടത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകൾ എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലം. ആ അമ്പലം സെറ്റ് ഇട്ടതാണ്. അത് ഇവിടെയാണ് സെറ്റ് ഇട്ടേക്കുന്നത്. ഈ അമ്പലം സെറ്റ് ഇട്ടതാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഒരു അമ്പലം എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതിലെ പല ആർട്ടിസ്റ്റുകളോടെ വന്നിട്ട് ഇത് അമ്പലമാണെന്ന് തെറ്റിദ്ധരിച്ച് തൊഴുതിട്ടുള്ള രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ അമ്പലത്തിൽ തന്നെയാണ് ഈ പടത്തിൻ്റെ മർമ്മപ്രധാനമായ കുറേ സീനുകൾ എടുത്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന മരം ലോഹിതദാസ് സാർ നട്ടതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. ഈ സിനിമയിൽ ഇതൊരു ചെറിയ സീനായിട്ട് കാണിക്കുന്നുണ്ട്, അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട്. അത് ഇപ്പോഴിവിടെ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇതാണ് ഈ സിനിമയിൽ കാണുന്ന കുളം. ഇവിടെ വെച്ച് കുറേ സീനുകൾ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്, കുറേ രസകരമായ സീനുകൾ. ഇതിൽ വിനു മോഹൻ ചേട്ടൻ പൂജാരിയായിട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് നെടുമുടി വേണു സാറ് പൂണൂല് കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഈ കുളത്തിലെ മറ്റൊരു സീന്, ഇവിടെ ഒരു പെണ്ണ് നിന്ന് കുളിക്കുമ്പോൾ അതിൻ്റെ ഡ്രസ്സുകൾ ബാമചേച്ചി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വിനു മോഹൻ ചേട്ടൻ ഇടപെട്ടിട്ട് ആ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുന്നൊരു സീനുണ്ട്. ആ പെണ്ണ് കുളത്തിൽ ഇത് ഈ ഭാഗത്താണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഈ ഭാഗത്ത് നിന്ന് ഡ്രസ്സ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലിങ്ങനെ കുളിക്കാനായിട്ട് 2 തവണ വിനു മോഹൻ ചേട്ടൻ വരുമ്പോൾ 2 തവണ തോർത്തുമുണ്ട് ഇങ്ങനെ അഴിച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ ബാമചേച്ചിനെ കാണുന്ന സീക്വൻസ് ഉണ്ട്. അതിലൊരു സീക്വൻസ് ഇതാ ഈ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വിനു മോഹൻ ചേട്ടൻ ഇങ്ങനെ വരും. പെട്ടെന്ന് തോർത്തുമുണ്ട് അയക്കുമ്പോൾ നേരെ ആ കാണുന്ന അവിടെ ഒരു പടവുകളുണ്ടായിരുന്നു. അതിപ്പോൾ അതേ അവിടെ ഇങ്ങനെ ഒരു കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പടവുകളുണ്ടായിരുന്നു. അവിടെ ബാമചേച്ചിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് കാണുമ്പോൾ ഉടനെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഈ കുളത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ബാമ എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയിട്ട് അപർണ നായർ വിനു മോഹൻ ചേട്ടനോട് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. അവളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നൊരു സീനുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ്, ഇങ്ങനെ ഒരു ഫ്രെയിമിൽ വെച്ചിട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു ഇൻഫർമേഷൻ അറിഞ്ഞത്. ഇവിടെ നിവേദ്യം മാത്രമല്ല, ജയരാജ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടനും അതുപോലെ മഞ്ജു ചേച്ചിയൊക്കെ അഭിനയിച്ചിട്ടുള്ള കളിയാട്ടം എന്ന സിനിമയുടെ കുറേ സീനുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പാട്ടിൻ്റെ സീനുകളും അങ്ങനെ കുറേ സീനുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ല. അതുപോലെ തന്നെ ഭരതൻ സാർ സംവിധാനം ചെയ്തിട്ടുള്ള റഹ്മാൻ സാറും ശോഭന ചേച്ചിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ചിലമ്പ് എന്ന സിനിമ,
ആ സിനിമയുടെയും കുറേ സീനുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ ഇവിടെ വെച്ചിട്ട് ചിലമ്പിലെ ഒരു സീൻ എടുത്തിട്ടുണ്ട്. റഹ്മാൻ സാറ് നെടുമുടിയൻ സാറിനോടും അശോകേട്ടനോടൊക്കെ സംസാരിക്കുന്ന ഒരു സീൻ ഇതേ ഒരു ആംഗിളിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഇൻഫർമേഷനൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്കറിയില്ല. ഇനി നമുക്ക് ബാക്ക് ടു നിവേദ്യം ലൊക്കേഷനിലേക്ക് വരാം. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഒരു ഫൈറ്റാണ് ക്ലൈമാക്സിലുള്ളത്. ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഇതാണ്. ഭാമ ചേച്ചിനെ കൊണ്ടുപോകാനായിട്ട് ആ വില്ലൻ ഇങ്ങനെ വരുന്നൊരു സീക്വൻസ്. അതുപോലെ വിനുമോൻ ചേട്ടനും വില്ലനായിട്ടുള്ള ഫൈറ്റ് ഈ പറമ്പിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ആ വിളക്കെടുത്തിട്ട് അടിക്കുന്ന സീനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെയാണ് ആ വണ്ടി ഇട്ടിരിക്കേണ്ടാവുക ഈ വഴിയിൽ. അവിടെ നിന്ന് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അവർ നേരെ ഓടിയിട്ട് ഇതവിടെ ആ കാണുന്ന സ്ഥലത്താണ് അമ്പലം ഉള്ളത്. ആ അമ്പലത്തേക്ക് ഇങ്ങനെ ഓടും. അങ്ങനെ ഈ ഫൈറ്റ് മൊത്തം ഈ ഏരിയയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിവേദ്യം എന്ന സിനിമയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ലോഹിതാസ് സാറിൻ്റെ അവസാന ചിത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മലയാളത്തിന് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് ലോഹിതാസ് സാറ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു സിനിമയുടെ ലൊക്കേഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഏവർക്കും ബായ്.